നമസ്കാരം. ലോക നാവിക ഭൂപടത്തിൽ ഇന്ത്യയെ അടയാളപ്പെടുത്താൻ ഇനി വിഴിഞ്ഞവും. കേരളത്തിന്റെ ഭാവി വികസന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതോടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വമ്പൻ തുറമുഖ സാധ്യതകളിലേക്ക് പലരും വിരൽ ചൂണ്ടിയ വിഴിഞ്ഞം തീരത്ത് ഇന്നലെ ലോകത്തെ രണ്ടാമത്തെ വലിയ ചരക്ക് കപ്പൽ എത്തി. അല്പസമയത്തിനകം ട്രയൽ റൺ ഉദ്ഘാടനം അവിടെ ഉണ്ടാകും. ആ കാഴ്ചകൾ കണ്ണിറയെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഹാപ്പനിങ് അവേഴ്സിൽ തന്നെ. ഹാപ്പനിങ് അവേഴ്സിൽ ആദ്യം തലക്കെട്ടുകൾ. പുതുചരിത്രമെഴുതി വിഴിഞ്ഞം. ട്രയൽ റൺ ഉദ്ഘാടനം അല്പസമയത്തിനകം. മദർഷിപ്പിന് ഔദ്യോഗിക സ്വീകരണം. പ്രതിഷേധവുമായി പ്രതിപക്ഷം. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. SNDPക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി MP ഗോവിന്ദൻ. SNDP ശ്രീനാരായണ ഗുരുവിനെ മറക്കുന്നുവെന്ന് MP ഗോവിന്ദൻ. SNDP സ്വത്വ രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുന്നുവെന്നും ഇത് RSS അജണ്ടയുടെ ഭാഗമെന്നും വിമർശനം. MP ഗോവിന്ദന്റെ വിമർശനം പയ്യന്നൂരിലെ ധനരാജ് അനുസ്മരണ യോഗത്തിൽ. തൃശൂർ കോർപ്പറേഷൻ തർക്കത്തിൽ ഇടപെട്ട് CPIM സംസ്ഥാന നേതൃത്വം. വിഷയത്തിൽ ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം തേടി. നീക്കം CPI ആവശ്യപ്പെട്ട പ്രകാരം എന്ന് സൂചന. മേയറുടെ രാജി വിഷയത്തിലടക്കം ചർച്ച. തൃശൂർ മേയർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കോൺഗ്രസ്. കൗൺസിൽ യോഗം വിളിക്കാത്തതിനെതിരെ പരാതി. മേയറെ അയോഗ്യരാക്കണമെന്ന ആവശ്യം. പകർച്ചപ്പനിക്ക് പിന്നാലെ ആശങ്കയായി H1N1. മലപ്പുറത്ത് 12 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം. പനിച്ചു വിറച്ച സംസ്ഥാനം. പനിക്കൊപ്പം കോളറയും ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുന്നു. കോളറയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആകാശ് തിലങ്കേരി ഓടിച്ച ജീപ്പ് അടിമുടി നിയമവിരുദ്ധമെന്ന് കണ്ടെത്തൽ. വണ്ടി പൂർണ്ണമായും റീഅസംബിൾ ചെയ്തത്. വാഹനത്തിൽ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ്. കൊല്ലത്ത് വൻ കഞ്ചാവ് വേട്ട. 30 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. പിടിക്കപ്പെട്ടവരിൽ കാപ്പ കേസ് പ്രതി. തിരുവമ്പാടി KSCB ഓഫീസ് ആക്രമണ കേസിൽ പ്രതികൾക്ക് ജാമ്യമില്ല. കുറ്റം പ്രഥമ ദൃഷ്ട്യാ ബോധ്യമായെന്ന് കോടതി. പൊതുമുതൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നും കോടതി. Ukraine, who has as much courage as he has determination. Ladies and gentlemen, President Putin. President Putin. He's going to beat President Putin. President Zelensky. I'm so focused on beating Putin, we got to worry about it. Anyway. വീണ്ടും നാക്കുപിഴച്ച് ജോ ബൈഡൻ. നാറ്റോ സമ്മേളനത്തിനിടെ യുക്രൈൻ പ്രസിഡന്റിനെ പുടിൻ എന്ന് അഭിസംബോധന ചെയ്തു. വിവാദങ്ങൾക്കിടെ മത്സരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും പ്രഖ്യാപനം. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കും. തീരുമാനം വകുപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ. സമിതിയിൽ ധനകാര്യ, റവന്യൂ, നിയമ വകുപ്പ് മന്ത്രിമാർ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം. ED അറസ്റ്റ് ചെയ്തുള്ള
ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഇന്ന് സുപ്രീം കോടതി വിധി. അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് കെജ്രിവാൾ. ജസ്റ്റിസ് നിതിൻ ജംദാർ കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയിലേക്ക് 2 ജഡ്ജിമാർ കൂടി. നാമനിർദ്ദേശം നൽകി സുപ്രീം കോടതി കൊളീജിയം. ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിന്റെ മത്സരക്രമം പ്രഖ്യാപിച്ചു BCCI. 3 വീതം T20യും ഏകദിന മത്സരങ്ങളും ഇന്ത്യ കളിക്കും. T20 പരമ്പരയിലെ ആദ്യ മത്സരം 26-ന്. സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കാൻ BCCI. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. ആദ്യ സെമിയിൽ നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസ് മെദ്വദേവിനെ നേരിടും. നൊവാക് ജോക്കോവിച്ചിന് ലോറൻസോ മുസേറ്റി എതിരാളി. വനിതാ ഫൈനൽ നാളെ. പലായനം തുടർന്ന് ഗാസ. ഇസ്രയേൽ നിർദ്ദേശത്തിന് പിന്നാലെ വീടും നാടും ഉപേക്ഷിച്ച കുടുംബങ്ങൾ. ലക്ഷക്കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. അഗ്നിവീറുകൾക്ക് CISF-ൽ 10% സംവരണം നൽകാൻ നിയമ ഭേദഗതി നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അർദ്ധസൈനിക വിഭാഗം റിക്രൂട്ട്മെന്റിലും ശ്രദ്ധേയമായ മാറ്റം വരുത്തും. സബോർഡിനേറ്റ് റാങ്കുകളിലേക്കുള്ള നിയമനത്തിനാണ് ആദ്യഘട്ട സംവരണം. അഗ്നിവീർ സേവനം പൂർത്തിയാക്കിയവർക്കാണ് ആനുകൂല്യം ലഭിക്കുകയെന്ന് ആഭ്യന്തര മന്ത്രാലയം. കൊച്ചിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച തിമിംഗല ഛർദി പിടികൂടിയ സംഭവത്തിൽ പ്രധാന പ്രതി ലക്ഷദ്വീപിലേക്ക് കടന്നു. പ്രധാന പ്രതിയെ പിടികൂടാൻ ഫോറസ്റ്റ് സംഘം ലക്ഷദ്വീപിലേക്ക്. പ്രതികൾ ആംബർഗ്രിസ് വിൽപ്പന ലക്ഷ്യമിട്ടത് ഓൺലൈനിലൂടെ.